നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മല പോലെ വന്നത് എലി പോലെ പോയി. നിലമ്പൂരിൽ PV അൻവർ ഫാക്ടർ ഏക്കുന്നില്ല എന്ന പ്രചരണം ശക്തമാവുകയാണ്. നിലമ്പൂരിലെ പ്രചരണം അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ PV അൻവറിന് കാര്യമായ ചലനങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചോ എന്നുള്ള സംശയം ഉയരുകയാണ്. CPM-ന്റെയും UDF-ന്റെയും വിലയിരുത്തലിൽ PV അൻവറിന് കാര്യമായ ചലനങ്ങൾ നിലമ്പൂരിൽ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 5000-ലധികം വോട്ടുകൾ പിടിക്കാൻ PV അൻവറിന് കഴിയില്ല എന്ന നിഗമനത്തിലാണ് UDF-ഉം LDF-ഉം. PV അൻവർ 10000 വോട്ടുകളിൽ കൂടുതൽ പിടിച്ചാൽ മാത്രമേ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അത് ഭീഷണി ഉയർത്തൂ. PV അൻവർ 5000-ൽ താഴെ വോട്ടുകൾ പിടിച്ചാൽ അത് CPM ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് ഗുണം ചെയ്യും. അപ്പോൾ PV അൻവറിൻ്റെ ഈ പടയൊരുക്കമൊന്നും പ്രത്യേക ഒരു രാഷ്ട്രീയ പ്രതിഫലനം നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് UDF-ലും CPM-ലും ഉള്ളത്. CPM നേതൃത്വം M സ്വരാജ് ജയിക്കുമെന്ന പരിപൂർണ വിശ്വാസത്തിൽ പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴേ ജയിച്ചു MLA ആയി എന്നുള്ള നിഗമനത്തിലാണ്, വിശ്വാസത്തിലാണ് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും. മുസ്ലിം ലീഗ് നേതൃത്വമാകട്ടെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ പഴയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. PV അൻവറിൻ്റെ ശക്തിയുടെ ഒരു പ്രതിഫലനം നിലമ്പൂരിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ഇപ്പോൾ മുസ്ലിം ലീഗാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം അൻവറിന് കൂടുതൽ വോട്ട് ലഭിക്കുകയും അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ശക്തിമാനായി മാറുകയും ചെയ്താൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റ് അൻവറിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ശക്തി കുറച്ച് കാണിക്കേണ്ടത് ലീഗിൻ്റെ കൂടി ആവശ്യമാണ്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയാൽ PV അൻവറിന് ഈ പറയുന്ന യാതൊരു ശക്തിയും പ്രാമാണ്യവും നിലമ്പൂരിൽ ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാകും. അത് കോൺഗ്രസിനേക്കാൾ ഗുണം ചെയ്യുക മുസ്ലിം ലീഗിനായിരിക്കും. കാരണം പിന്നെ മുസ്ലിം ലീഗിൻ്റെ ജയിക്കാവുന്ന സീറ്റുകളൊന്നും PV അൻവർ ചോദിക്കില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറിൻ്റെ ഈ കാടിളക്കിയുള്ള ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞപ്പോൾ വളരെ സൈലൻ്റായി കാര്യങ്ങളെന്നാണ്. അൻവറിന് വലിയ ചലനങ്ങളൊന്നും അവിടുത്തെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ, പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ആദ്യം അൻവർ വിചാരിച്ചത്. പ്രത്യേകിച്ച് DGP MR അജിത് കുമാറിനെതിരെയുള്ള പ്രചരണങ്ങളും സംഘപരിവാർ ബന്ധം പിണറായിക്കെതിരെ ആരോപിച്ചതുമെല്ലാം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നോടൊരു ആനുകൂല്യം, അടുപ്പം ഉണ്ടാക്കിയെന്നാണ് PV അൻവർ വിശ്വസിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ആ വിശ്വാസം ശരിയുമായിരുന്നു. പല മുസ്ലിം സംഘടനകളും അൻവർ പറയുന്നത് ശരിയാണ്, അൻവറിനെ കേൾക്കണം എന്നുവരെ UDF നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ പോകെ പ്രചരണം കഴിയുമ്പോൾ കുറെ കൂടെ പ്രചരണം രാഷ്ട്രീയമാവുകയാണ് ഉണ്ടായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി. PV അൻവറല്ല നിലമ്പൂരിലെ വിഷയമെന്നും UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണെന്നും M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള പോരാട്ടത്തിൽ PV അൻവറിന് കളം പിടിക്കാൻ ഇനി ബുദ്ധിമുട്ടാണെന്നുമുള്ള വിലയിരുത്തലിലാണ് അവിടെയുള്ള പലരും, അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള രാഷ്ട്രീയ നിരീക്ഷകർ എത്തിച്ചേർന്നിരിക്കുന്നത്. മുസ്ലിം സംഘടനകളിൽ നിന്നും PV അൻവറിന് പറയത്തക്ക പിന്തുണ കിട്ടാതിരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. അൻവറിന് മുസ്ലിം സംഘടന, പ്രത്യേകിച്ച് കാന്തപുരം, സമസ്ത, MES തുടങ്ങിയ സംഘടനകളിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്നാണ് PV അൻവർ ആദ്യം കരുതിയത്. എന്നാൽ അവരെല്ലാം തന്നെ കൃത്യമായും UDF-നും LDF-നും ഒപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാടിളക്കിയുള്ള അൻവറിൻ്റെ ആദ്യഘട്ട പ്രചരണം വൃഥാവിലായി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അൻവർ ഒരു ഫാക്ടറേ അല്ല നിലമ്പൂരിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.